Hello guys, welcome back. നമുക്ക് ഗ്രാബ് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോവുകയാണ്, ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. എയർബിഎൻബി ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ 6 പേർക്കും കൂടെ. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ അപ്പാർട്ട്മെന്റ് എത്തി. യെസ്, നമ്മൾ D25.7 പോകുന്നു. ഗൈസ്, എന്റെ മോനെ, ഞാനിനി മലേഷ്യക്ക് വരുന്നില്ല. ഒരു രക്ഷയില്ല എന്റെ മോനെ. ഓ എന്റെ അമ്മോ, അതെ ആക്ച്വലി ഇത് ഞാൻ ഒരു വീഡിയോ എടുത്ത് തരുമോ? രണ്ടെണ്ണേ ഉള്ളോ? അങ്ങനെ ഞങ്ങൾ ഫൗണ്ടൻ ഷോ കാണാനായിട്ട് ഇറങ്ങുവാണ്. 9 മണിക്കൊരു ഷോ ഉണ്ട്, അത് കാണാനുള്ള പ്ലാനാണ് ഇപ്പോൾ. ഹലോ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ KLCC ട്വിൻ ടവറിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് മുമ്പിൽ ഫ്രീ ഫൗണ്ടൻ ഷോ ഉണ്ട്. 7 PM, 8 PM, 9 PM ആൻഡ് 10 PM ഷോസ് ആണുള്ളത്. ഞങ്ങളങ്ങനെ സൂര്യ KLCC ഫൗണ്ടൻ ഷോയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫൗണ്ടൻ ഷോ കഴിഞ്ഞു. 6 മിനിറ്റ് ആയിരുന്നു അതിൻ്റെ ഡ്യൂറേഷൻ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, എസ്പെഷ്യലി ഫ്രീ ഷോ ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? നിങ്ങൾ പറഞ്ഞോടിപ്പിച്ച പോലെയൊക്കെ പറയുന്നത് മാക്കാൻ. ആക്ച്വലി ഗൈസ് 10 മിനിറ്റ് ഉണ്ട് ഈ ഷോ, 6 മിനിറ്റ് അല്ല. ഇനിയിപ്പോൾ നമുക്ക് നൈറ്റ് മാർക്കറ്റ് പോകാം. ജലൻ അലൂർ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഫുഡ് സ്ട്രീറ്റ് ആണ്, നമ്മൾ അവിടെ ഇനി പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഡ്രൈവർ മാമൻ. ഗൈസ്, ഇവിടുത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്
ബുക്കിറ്റ് ബിന്ദാങ് ഡൗൺ ടൗൺ സെൻറ്ററാണ്. ഡൗൺ ടൗൺ അല്ല, സോറി, നൈറ്റ് ലൈഫ് നടക്കുന്ന സെൻറ്ററാണ്. അടിപൊളി. അവസാനം ഞങ്ങൾ സൈ കയറിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കാരണം 100 മീറ്റർ നടന്നാൽ മതി നമുക്ക് ജലൻ അലൂർ ഫുഡ് സ്ട്രീറ്റ് മാർക്കറ്റിലേക്ക് എത്താൻ. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബുക്കിറ്റ് ബിന്ദാങ് ഇത് മെയിൻ സ്ട്രീറ്റിൽ കാണുന്നതാണ്. പിന്നെ ഇവിടെ നൈറ്റ് ലൈഫും നല്ല റെസ്റ്റോറൻറ്റ്സും നൈറ്റ് ക്ലബ്സും മസാജ് സെൻറ്റേഴ്സും ഒക്കെ ഉള്ളത്. കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ബുക്കിറ്റ് ബിന്ദാങ് എത്തിയിരിക്കുകയാണ്. അത് ആക്ച്വലി നൈറ്റ് ലൈഫിൻ്റെ ഏരിയ ആണ്. പിന്നെ നമ്മളിപ്പം പോകുന്നത് സ്ട്രീറ്റ് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ജലൻ അലൂർ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിലാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ മസാജ് പാർലേഴ്സാണ്. അതും 1 2 ഒന്നുമല്ല ഗൈസ്, ഒരുപാട് സ്റ്റോറുകൾ, ഐ മീൻ ലൈക്ക് സെൻറ്റേഴ്സ്. എന്നിട്ട് ഇവർ ബോർഡ് ഇങ്ങനെ പിടിച്ച് പുറത്തുണ്ടാവും കുറേ ഗേൾസ്. അപ്പം ഈ ബോർഡല്ല മെനു കാർഡ്. ആ കാർഡിൻ്റെ അകത്ത് ½ hour മസാജിന് എത്രയാണ്, ലൈക്ക് 30 minutes എത്രയാണ്, ഷോൾഡർ മസാജ്, നെക്ക് മസാജ്, ലൈക്ക് ഫീറ്റ് മസാജ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. നമ്മളങ്ങനെ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. സാത്തേ and beef. ഇത് മലേഷ്യക്കാരുടെ ശരിക്കും അടിപൊളി ഒരു ഡിഷാണ്. സാത്തേ എന്ന് പറയും. ചിക്കൻ സാത്തേ, ബീഫ് സാത്തേ, ലാമ്പ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇത് ഗ്രില്ല് ചെയ്ത് തരും. മേടിച്ചോ? അപ്പോൾ കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നില്ലേ? ശരിക്കും ആ തോന്നുന്ന അതേ ടേസ്റ്റ് തന്നെ ഉണ്ട് ഇത് കഴിക്കുമ്പോഴും. അപ്പം കാണാം. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ബോക്സ് എടുത്തു. അതിൻ്റെ അകത്തോട്ട് ഇവർ ആ ചുട്ട സ്ക്യൂവേഴ്സ് വെച്ചു. പിന്നെ സവോള കുറച്ച് കുത്തിയരിഞ്ഞത് വെക്കും, കുറച്ച് കുക്കുംബർ വെക്കും. Awesome. Thank you. കരിക്കിരിപ്പുണ്ട്. ഇത് നമ്മുടെ ഡൂറിയാണ്. ഇത് ആക്ച്വലി ഒരു സ്മെല്ലിയസ്റ്റ് ഫ്രൂട്ടാണ്. നമ്മുടെ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ. വെരി സ്ട്രോങ്, വെരി ഗ്യാസി. നമുക്കൊരു കോക്കനട്ട് മിൽക്ക് ഷേക്ക് ആയാലോ? വാട്ടിയ വളിച്ച തേങ്ങയുടെ ഒരു ടേസ്റ്റ്. ഈ സ്ട്രീറ്റ് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക ഗൈസ്. കണ്ടോ? അങ്ങേയറ്റം വരെ ഉണ്ടത്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ചോറും പിന്നെ മാങ്ങ, പിന്നെ തേങ്ങാപ്പാൽ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കും. അടിപൊളി ടേസ്റ്റ്. ഇത് നിങ്ങൾ മേടിക്കും. കഴിക്കുന്നെടുക്കാം. എന്നാ കഴിച്ചിട്ട് പറ, എങ്ങനെയുണ്ട്? ഫോർക്ക് ഒടിഞ്ഞു പോയി ഗൈസ്. ദാറ്റ്സ് ഓക്കെ, നമുക്കിത് കഴിച്ചു നോക്കാം. ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, വലിയ മധുരമൊന്നുമില്ല, പക്ഷെ കൊള്ളാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡൂറിയാൻ സ്മെല്ലിയസ് ഫ്രൂട്ട് എന്ന്, ഭയങ്കര നാറ്റമുള്ള ഫ്രൂട്ട്. അതിൻ്റെ അകത്ത് പഴമാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും ചക്കയുടെ ഒരു കൂഴച്ചക്കയുടെ ഒക്കെ ഒരു എക്സ്ട്രീം വേർഷനാണ്. ഇതൊരു നീണ്ട സ്ട്രീറ്റ് മാർക്കറ്റാണ് ഗൈസ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ, എക്സ്ട്രാ ലാർജ് ഫ്രഞ്ച് ഫ്രൈസ്. ക്രിസ്പി ഫിഷ് സ്കിൻ.
സ്ക്വിഡ് വേണോ? സ്ക്വിഡ് വേണോ? $25. Thank you. അടിപൊളി. എന്തൊക്കെ വെറൈറ്റി ആയിരുന്നു ഗൈസ്. വയറ് വാടകയ്ക്ക് എടുത്ത് വരാൻ തോന്നി. ഗൈസ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് ഇവിടെ. ആസ് യു ക്യാൻ സീ. Salted baked crab and chicken. What means it's ready to eat? Oh, ready to eat? Oh, not for you? Oh, വേണ്ട അല്ലേ? ഉപ്പിലിട്ട് അവര് ബേക്ക് ചെയ്തെടുത്തതാണ്. നമ്മൾ പൊട്ടിച്ച് തരും, നമ്മളെന്നിട്ട് കഴിക്കണം പൊളിച്ച്. അവര് ഉപ്പിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. നല്ല മാറ്റമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. കുടിക്കാനല്ലേ? സാധനം ഞങ്ങൾ അപ്പുറത്തെ കടയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. പ്രശ്നമൊന്നുമില്ല, കണ്ടിട്ട് അങ്ങോട്ട് മനസ്സിനൊരു തൃപ്തിയില്ല. അപ്പോൾ ഞങ്ങൾ വേറെ കടയിൽ കയറി. ഇവിടെ വന്നിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡ് വരുമ്പോൾ ഞാൻ എല്ലാം കാണിക്കാം. ഇത് മലേഷ്യൻ സ്പെഷ്യൽ വൈറ്റ് കോഫിയാണ്. തനുവിന് നാൻമന്ത് പ്രേക്ഷകരാ. ഇവിടുത്തെ സ്പ്രൈറ്റ് എങ്ങനെയുണ്ട് മീനൂട്ടി? എല്ലാം പഠിപ്പിച്ച്. അയ്യോ അച്ഛ പോവല്ലേ. ഓ, ബ്ലാക്ക് പെപ്പർ ചിക്കൻ. പ്ലേറ്റ് ഒക്കെ എടുക്കണേ നമുക്ക്. എന്റെ മോനെ ഹെവി. അത് പുളി ആയിട്ടുവാ. ഗോറങ്. നമുക്ക് ഗോറങ് ട്രൈ ചെയ്തു. അത് എന്നിട്ട് പറഞ്ഞു അവരുടെ അടുത്ത് ഞങ്ങൾക്ക് 150 രൂപ ടിക്കറ്റ് റേറ്റ് ആവും. അവരറിയുന്നില്ലല്ലോ. എല്ലാവർക്കും 600 ഇതിന് മുക്കാം. മീനു കൊള്ളാം. വെള്ളമോ? അതെ, ഇത് കഴിക്കും എല്ലാവരും. സോസ് എടുത്തായിരുന്നോ?
ഗൈസ് ഞങ്ങൾ കയറിയ സ്പോട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഓക്കെ, ഗ്രാൻഡ് സ്കൈ റെസ്റ്റോറൻറ്റ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? സോറി ഗൈസ്, ബുദ്ധിക്ക് ഇച്ചിരി സ്ഥിരത കുറവുള്ള ഫ്രണ്ടാണ്. നമ്മൾ അത്രയും ഡിഷസ് കഴിച്ചത് 290 റിങ്കറ്റ്സ് ആണ് ആയത്. 290 റിങ്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5885 രൂപ. നമ്മൾ ഡെസേർട്ട് ട്രൈ ചെയ്യാൻ പോവാണ്. കൊറിയൻ ഫ്ലെയിമിംഗ് മാർഷ്മെല്ലോ. 1 vanilla 1 chocolate. സംഭവം മാഷ്മെലോ ഫ്രീസറിൽ വെച്ചിരിക്കുക. പുള്ളി അത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഐസ് എല്ലാം തട്ടിക്കളയുവാണ്. അത് കഴിഞ്ഞ് പുള്ളി അത് ചുടുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റേ ഫയർ ഗണ്ണില്ലേ, അത് വെച്ചിട്ട് സ്പ്രേ വെച്ചിട്ട് മധുരമുള്ള പായസം. കൊള്ളാം, ഞാൻ കഴിച്ചു നോക്കാം. ബാബാ കൂടെ. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഡേ ഇൻ മലേഷ്യ എങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് ചോദിച്ചു? സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ആ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇനി റൂമിൽ പോയി കിടന്ന് ഉറങ്ങി ഫ്രഷായി നാളെ രാവിലെ എണീച്ച് the second day in Malaysia. Have a good night.